നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഏവർക്കും വിനീത നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല മാർച്ച് 5 ആരംഭിക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാല. സ്വദേശികളും വിദേശികളും അടങ്ങുന്ന ധാരാളം സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാല കൂടിയാണ് ഇത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. 9 ദിവസം മുതൽ ആണ് ഇവിടെ ഉത്സവം അരങ്ങേറുന്നത്. മാർച്ച് 5 കാപ്പുകെട്ടി ദേവിയുടെ ഉടവാളിൽ പഞ്ചലോഹ മോതിരം ചാർത്തുകയും മേൽശാന്തി മോതിരം ധരിക്കുകയും തുണിവെച്ച് ദേവിക്ക് കിരീടം ധരിപ്പിക്കുകയും ചെയ്യും. കൊടുങ്ങല്ലൂരിൽ നിന്നും ഭഗവതി ആറ്റുകാലിലേക്ക് എഴുന്നള്ളും എന്ന വിശ്വാസത്തെ പ്രതിനിധീകരിച്ചാണ് ഈ ആചാരം നടത്തുന്നത്. കാപ്പുകെട്ട് ചടങ്ങ് കണ്ടാൽ കാപ്പ് ഇറക്ക ചടങ്ങ് കാണണമെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ കാണുന്നത് അതീവ ഗുണപ്രദമാണെന്നും ദേവിയുടെ അനുഗ്രഹത്തിന് ഇടയാകുമെന്നും പറയപ്പെടുന്നു. പൊങ്കാലയുടെ പിറ്റേ ദിവസമാണ് കാപ്പഴിക്കൽ ചടങ്ങ് നടക്കുന്നത്. അതുപോലെ അന്നേ ദിവസം പൂക്കൾ തലയ്ക്ക് ഉഴിഞ്ഞിടുന്ന ഒരു ചടങ്ങ് കൂടി നടത്തപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങൾ മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പൊങ്കാലയ്ക്ക് 10 ദിവസത്തെ വ്രതമാണ് വേണ്ടത്. എങ്കിലും 3 ദിവസം 7 ദിവസമെങ്കിലും കുറഞ്ഞത് നല്ല വ്രതം വേണ്ടതാണ്. മാർച്ച് 5 മുതൽ ഉത്സവം തുടങ്ങും. 5 ദിവസവും 3 ദിവസമെങ്കിലും വ്രതം തീർച്ചയായും എടുത്തിരിക്കണം. ദിവസവും 2 നേരമെങ്കിലും കുളിക്കണം. അരിയാഹാരം 1 നേരം ഏറ്റവും നല്ലത്. അതുപോലെ മത്സ്യമാംസാദികൾ പരമാവധി ഉപേക്ഷിക്കുക. ആദിപരാശക്തിയായ മഹാകാളി, പ്രപഞ്ചേശ്വരിയൊക്കെയാണ് ആറ്റുകാലമ്മ. നമ്മുടെ കണ്ണീരിനും വിളിച്ചാൽ വിളിപ്പുറത്തുമുള്ള ഒരു ദേവി കൂടിയാണ് ആറ്റുകാലമ്മ. അനുഭവത്തിൻ്റെയൊക്കെ ഒത്തിരി സ്ത്രീകൾക്കും ജനങ്ങൾക്കുമൊക്കെ അനുഭവമുള്ളതാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ആറ്റുകാലമ്മ. ആറ്റുകാലമ്മയുടെ വിഗ്രഹം നല്ല വരിക്ക പ്ലാവിൽ കടഞ്ഞെടുത്ത വിഗ്രഹത്തിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹം കൂടിയാണ് ഭഗവതിയുടേത്. ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് ദേവി നേരിട്ട് നിർദ്ദേശിച്ചതനുസരിച്ച് പുല്ലവീട്ടിൽ കാരണവർ ക്ഷേത്രം പണികഴിപ്പിച്ചതാണ് എന്നാണ് ഐതിഹ്യം. പ്രധാന വിഗ്രഹത്തെ കൂടാതെ 2 വിഗ്രഹം കൂടി ആറ്റുകാലിലുണ്ട്. ഇവിടുത്തെ പ്രധാന അഭിഷേകത്തിനും ശീവേലിക്കും മാത്രമാണ് ഈ വിഗ്രഹങ്ങൾ സാധാരണ എടുക്കാറുള്ളത്. പ്രധാന വിഗ്രഹം വരിക്കപ്ലാവിൽ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് അഭിഷേകത്തിനും ശീവേലിക്കും ഈ 2 വിഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ വരിക്കപ്ലാവിൽ നിർമ്മിച്ച വിഗ്രഹം, പ്രധാന വിഗ്രഹം, അതിന് നിരന്തരം അഭിഷേകത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അത് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ഈടിന് കുറവ് വരും എന്ന കാരണത്താലാണ് 2 വിഗ്രഹങ്ങൾ മറ്റ് 2 വിഗ്രഹങ്ങൾ അഭിഷേകത്തിനും ശീവേലിക്കുമായിട്ട് എടുക്കുന്നത്. ദേവിക്ക് രൗദ്രഭാവമായ ഒരു കാളിഭാവത്തോടു കൂടിയ ദേവീഭാവമായതിനാൽ സൗമ്യഭാവമായ ലക്ഷ്മി തത്വം കൂടി ചേർത്തിട്ടാണ് വിഗ്രഹം വടക്കോട്ട് ദർശനം ആക്കി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആറ്റുകാലമ്മയോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവിയാണ്. മക്കളുടെ ഏത് ആഗ്രഹവും നിറവേറ്റുന്ന അമ്മയാണ് ദേവി. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് പൊങ്കാല. വ്രതം നോറ്റ് പൊങ്കാല ഇടുന്നതാണ് ദേവിക്ക് അല്ലെങ്കിൽ ഭഗവതി അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമർപ്പണം. അതുപോലെ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് പൊങ്കാല ആയത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ദേവിക്ക് കണ്ണകി ഭാവമായിരുന്ന ആ സമയത്ത് ദേവി ഭയങ്കരമായിട്ട് കോപാകുലയായിരുന്ന ആ ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനായിട്ട് സ്ത്രീകൾ പൊങ്കാല ഇട്ടാണ് ദേവിക്ക് ആ കോപം ശമിപ്പിച്ചത് എന്നാണ് വിശ്വാസം. ആ പൊങ്കാല ഇട്ട സമയത്ത് ആ പടർന്ന പൊങ്കാലയുടെ ആ ഒരു സുഗന്ധം അത് ശ്വസിച്ചാണ് ദേവിയുടെ ആ ഒരു കോപരൂപം മാറിയിട്ട് ആ കാളിഭാവം മാറി ദേവി ശാന്തയായത് എന്നാണ് വിശ്വാസം. അതുപോലെ പൊങ്കാലയിട്ട് ആ ഗന്ധം നാം ഓരോരുത്തരും
നമ്മളിലെല്ലാം എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു തിന്മയുടെയൊക്കെ നിഴല് മാറി അവിടെ നന്മയുടെ ദീപം തെളിയുകയാണ് ആറ്റുകാൽ പൊങ്കാലയിലൂടെ. എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ നേരുന്നു. പൊങ്കാല വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, വീടുകളിൽ പൊങ്കാല ഇടാമോ, ഇതിനെക്കുറിച്ചൊക്കെ ഞാനൊരു അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഏവരും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. ഇനി ഇതുപോലുള്ള എൻ്റെ അറിവിൽപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് നല്ല നല്ല നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമുക്ക് എന്തോരം പഠിച്ചാലും തീരത്തില്ലാത്ത വലിയൊരു നദിയാണ്. ആ നദിയിലെ ചെറിയ ചെറിയ ഓരോ കഥകളും ഒക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിലൊക്കെ വരാം. അതുവരെ നന്ദി, നമസ്കാരം.